ഹലോ, ലേൺ ആൻഡ് ഗ്രോ വിത്ത് ആയിഷു എന്ന യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് എന്താണെന്ന് നോക്കാം. നിങ്ങൾ അറിയാതെ തന്നെ നിങ്ങളെ ഏതെങ്കിലും ഒരു പെൺകുട്ടി രഹസ്യമായിട്ട് സ്നേഹിക്കുന്നു എങ്കിൽ അവൾ പോലും അറിയാതെ അവൾ ചെയ്യുന്ന ചില കാര്യങ്ങളുണ്ട്. നോക്കാം നിങ്ങളെ രഹസ്യമായി ഇഷ്ടപ്പെടുന്ന പെൺകുട്ടി ആരാണ് എന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് എന്ന് പറയുന്നത് ഐ കോണ്ടാക്റ്റ് ആണ്. ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് രഹസ്യമായിട്ടൊരു സ്നേഹം തോന്നിയിട്ടുണ്ട് എങ്കിൽ അവൾ പോലും അറിയാതെ അവളുടെ രണ്ട് കണ്ണുകളും എപ്പോഴും നിങ്ങളുടെ പിറകെയായിരിക്കും. നിങ്ങൾ എവിടെയൊക്കെ പോകുന്നു അവിടെയൊക്കെ അവളുടെ കണ്ണും നിങ്ങളുടെ പിറകെ തന്നെ ഉണ്ടാകും. ഇത് ഒരിക്കലും ആ ഒരു പെൺകുട്ടി അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യമേ അല്ല. അവളുടെ ഉള്ളിൽ നിങ്ങളോട് അത്രമേൽ ഇഷ്ടമുണ്ട്. ഈ ഇഷ്ടത്തിൻ്റെ പുറത്ത് അവൾ പോലും അറിയാതെ ചെയ്തു പോകുന്ന ഒന്നാണ് ഈ ഒരു ഐ കോണ്ടാക്റ്റ്. നിങ്ങൾ ഒരു ക്ലാസ്സിൽ ഇരിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ഓപ്പോസിറ്റ് ഈ ഒരു പെൺകുട്ടി വന്ന് നിൽക്കുകയാണെങ്കിൽ ഈ ഒരു പെൺകുട്ടിയുടെ രണ്ട് കണ്ണും നിങ്ങളുടെ നേരെയായിരിക്കും. അല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ഒരു കടയിൽ നിന്നിട്ട് എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കുകയാണ്. ഈ ഒരു പെൺകുട്ടി റോഡിലൂടെ അവളുടെ ഫ്രണ്ട്സുമൊത്ത് നടന്നു പോകുകയാണ്. ഇങ്ങനെ നടന്നു പോകുമ്പോഴും അവളുടെ രണ്ട് കണ്ണുകളും നിങ്ങളുടെ ആ ഒരു സൈഡിലേക്കായിരിക്കും. അതായത് നിങ്ങളെ നോക്കിക്കൊണ്ടായിരിക്കും അവൾ നടന്നു പോകുന്നത്. അതുമല്ലെങ്കിൽ നിങ്ങൾ താമസിക്കുന്ന സ്ഥലം അവൾക്കറിയാം, ഏതെങ്കിലും ഒരു ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലെത്തുമ്പോഴേക്കും അവൾ അതിൻ്റെ അകത്തേക്ക് എങ്ങി നോക്കും നിങ്ങൾ അവിടെ ഉണ്ടോ എന്ന്. ഈ തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടിയുടെ രണ്ട് കണ്ണുകളും എപ്പോഴും നിങ്ങളെ തന്നെ ഫോളോ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് ഇഷ്ടമുണ്ട്. അത് തുറന്നു പറഞ്ഞിട്ടില്ല എന്നതേ ഉള്ളൂ. ഇതാണ് ഫസ്റ്റ് പോയിന്റ്. ഇനി സെക്കൻഡ് പോയിന്റ് എന്താണെന്ന് നോക്കാം. അതിനു മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്കും കൂടി ചെയ്യണേ. സെക്കൻഡ് പോയിന്റ് എന്ന് പറയുന്നത് ഇത് ഒട്ടുമിക്ക എല്ലാ ഗേൾസിനും ഉള്ള ഒരു കാര്യമാണ്. വേറെ ഒന്നുമല്ല, പൊസസീവ്നെസ് ആണ്. അതായത് നിങ്ങളോട് വേറെ ഏതെങ്കിലും ഒരു പെൺകുട്ടി വന്ന് സംസാരിക്കുകയാണ്. ഇങ്ങനെ വന്ന് സംസാരിക്കുമ്പോഴത്തേക്കും ഈ ഒരു പെൺകുട്ടിക്ക് അത് സഹിക്കാൻ വേണ്ടി പറ്റത്തില്ല. ഈ ഒരു പെൺകുട്ടി ഓടി വരും. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊന്നും തുടങ്ങിയിട്ടില്ല എങ്കിൽ ഇവൾ നിങ്ങളുടെ ഓപ്പോസിറ്റ് വന്ന് നിന്നിട്ട് ശ്രദ്ധിക്കും നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്തൊക്കെയാണ് പറയുന്നത് എന്നൊക്കെയുള്ളത്. പിന്നെ ഈ ഒരു ടൈമിൽ അവൾക്ക് കുറച്ച് ദേഷ്യമായിരിക്കും. അതായത് നിങ്ങൾ ആ ഒരു പെൺകുട്ടിയോട് മിണ്ടിയല്ലോ, അതുകൊണ്ട് അവൾക്ക് ഉള്ളിലൊരു ദേഷ്യം തോന്നും നിങ്ങളോട് ആ ഒരു സമയം. ആ ഒരു ദേഷ്യം അവൾ അവളുടെ ഫ്രണ്ട്സിനോടൊക്കെ കാണിക്കും. വെറുതെ ദേഷ്യപ്പെടും അവരോട്. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾ തമ്മിൽ സംസാരിച്ചൊക്കെ തുടങ്ങിയവരാണ്. അങ്ങനെയാണെങ്കിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ ക്ലാസ്സിലുള്ളതാകാം, നിങ്ങളുടെ ഫ്രണ്ടാകാം, അങ്ങനെ ആര് വേണമെങ്കിലും ആകാം, നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഓടി വരും. എന്നിട്ട് ആ ഒരു പെൺകുട്ടി നിങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്കൊക്കെ ഉത്തരം നൽകുക എപ്പോഴും ഇവളായിരിക്കും. ആ ഒരു പെൺകുട്ടി എന്ത് ചോദിച്ചാലും ഇവൾ അതിന് ചാടിക്കയറി അങ്ങോട്ട് ഉത്തരം പറയും. നിങ്ങളെ കൊണ്ട് പറയാനൊന്നും സമ്മതിക്കത്തില്ല. പിന്നെ ആ ഒരു പെൺകുട്ടി നിങ്ങളുടെ സൈഡിൽ നിന്ന് പോയി കഴിഞ്ഞ ഉടൻ തന്നെ ഇവൾ വന്നിട്ട് ആ പോയ പെൺകുട്ടിയുടെ കുറ്റം പറയും നിങ്ങളോട്. നിനക്കറിയില്ലേ അവളോട് മിണ്ടാനൊന്നും കൊള്ളില്ല, അവളൊരു ചള്ള് പെൺകുട്ടിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് വെറുതെ ഒരാവശ്യമില്ലാതെ കുറേ അധികം കുറ്റങ്ങളൊക്കെ പറയും. ശരിക്കും ഇത് വെറുതെ പറയുന്നതാണ്. ആ ഒരു പെൺകുട്ടി നിങ്ങളോട് മിണ്ടിയതിൻ്റെ ഒരു കുശുമ്പ്. അതുകൊണ്ട് മാത്രമായിരിക്കും ആ ഒരു പെൺകുട്ടിയുടെ കുറ്റം നിങ്ങളോട് പറയുന്നത്. ഇങ്ങനെ കുറ്റമൊക്കെ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് എന്താണെങ്കിലും ആ ഒരു പെൺകുട്ടിയുടെ വെറുപ്പ് തോന്നുമല്ലോ. ഇതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പെൺകുട്ടി ഇങ്ങനെ കുറ്റമൊക്കെ പറയുന്നത്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് വന്ന് സംസാരിക്കുമ്പോൾ ഈ ഒരു പെൺകുട്ടി ഓടി വരുന്നു, അവളോട് സംസാരിക്കുന്നു, അവൾ പോയതിനു ശേഷം അവളുടെ കുറ്റം നിങ്ങളോട് പറയുന്നു. ഇത്തരത്തിലുള്ള പോസിറ്റീവ്നെസ്സും കാര്യങ്ങളൊക്കെ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളോട് ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടിയുടെ ഉള്ളിൽ നിങ്ങളോട് രഹസ്യമായിട്ടൊരു ഇഷ്ടമുണ്ട് എന്നതാണ്. ഇതാണ് സെക്കൻഡ് പോയിന്റ്. ഇനി തേർഡ് പോയിന്റ് എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി കാണുന്ന ഒരു പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം ആ ഒരു പെൺകുട്ടി ഭയങ്കരമായിട്ട് മേക്കപ്പ് ഒക്കെ യൂസ് ചെയ്യുന്നു. ആളാകെ അങ്ങോട്ട് മാറിപ്പോയി. ഇത്രയും നാളും വലിയ മോഡേൺ ഒന്നും അല്ലാതെ നടന്ന, അതായത് സിമ്പിളായിട്ട് നടന്ന പെൺകുട്ടി പെട്ടെന്നൊരു ദിവസം ഭയങ്കരമായിട്ട് മേക്കപ്പ് യൂസ് ചെയ്യുന്നു. ഡ്രസ്സിങ് സ്റ്റൈലിൽ തന്നെ മാറ്റം, ആകെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുകയാണ്. ഇങ്ങനെ യൂസ് ചെയ്യാത്ത പ്രൊഡക്ട്സൊക്കെ യൂസ് ചെയ്യുന്നു. അല്ലെങ്കിൽ കുറച്ചധികം സ്റ്റൈലായിട്ടോ അല്ലെങ്കിൽ മോഡേൺ ആയിട്ടോ ഏതെങ്കിലും ഒരു പെൺകുട്ടി നിങ്ങളുടെ അടുത്ത് വരുന്നു എങ്കിൽ ഇങ്ങനെ വരിക മാത്രമല്ല നിങ്ങളോട് അഭിപ്രായം ചോദിക്കും. ഇന്ന് എന്നെ കാണാൻ എങ്ങനെയുണ്ട്, ഈ ഡ്രസ്സും ഈ ഹെയർ സ്റ്റൈലും ഒക്കെ എനിക്ക് ചേരുന്നുണ്ടോ, ഇങ്ങനെ അഭിപ്രായം നിങ്ങളോട് ചോദിക്കും.
ഇത്തരത്തിൽ ഒരു പെൺകുട്ടി നിങ്ങളോട് മാത്രമായിട്ട് അഭിപ്രായം ചോദിക്കുന്നു, നിങ്ങളെ കാണിക്കാൻ വേണ്ടിയിട്ട് മേക്കപ്പൊക്കെ യൂസ് ചെയ്യുന്നു, ഇങ്ങനെയൊക്കെ ചെയ്യുന്നു എങ്കിൽ അതിൻ്റെ അർത്ഥം ആ ഒരു പെൺകുട്ടി നിങ്ങളെ രഹസ്യമായിട്ട് ഇഷ്ടപ്പെടുന്നുണ്ട് എന്നതാണ്. അതുകൊണ്ട് ഈ പറഞ്ഞ 3 സൈനാണ് ഏതെങ്കിലും ഒരു പെൺകുട്ടിക്ക് നിങ്ങളോട് രഹസ്യ പ്രണയം തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ കാണിക്കുന്ന കോമൺ ആയിട്ടുള്ള സൈനുകൾ. അപ്പോൾ വീഡിയോ യൂസ്ഫുള്ളായി തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യുക. അതേപോലെ തന്നെ വീഡിയോക്ക് ലൈക്ക് കൂടി ചെയ്യണേ. അപ്പോൾ അടുത്ത ദിവസം പുതിയൊരു ടോപ്പിക്കായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.